ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കൃഷിയോ വിളവെടുപ്പോ നടിയിലോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് കുറച്ച് പച്ചമാങ്ങ കിട്ടിയതാണ് നമുക്ക്. നല്ല പുളിയുള്ള മാങ്ങയാണ്, മൂത്തിട്ടില്ല, പഴുപ്പിക്കാനൊന്നും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അച്ചാറിടാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അതാ മാങ്ങയൊക്കെ നല്ല കഴുകി തുടച്ച് വെച്ചതാ ചെറിയ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നൈസാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതാ ഞാൻ ഇത്രയും വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കണത്. ഇതിലും ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുവെച്ചെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യുക. ഒന്നും കൂടി നൈസാണെങ്കിൽ നല്ലത്. അച്ചാറിന് ടേസ്റ്റ് കൂടെ ഒന്നും കൂടി ചെറുതാക്കി കട്ട് ചെയ്താലാണ്. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതാ ഒരു പാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അച്ചാറിടാൻ പോവുകയാണ്. ഞാൻ അതങ്ങനെ അടി നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് നോൺ സ്റ്റിക്കിൻ്റെ നല്ല സാധാ ചീനച്ചട്ടിയാണ്. നല്ല അടി കട്ടിയുള്ള ഒരു ചട്ടിയാണ്. നമ്മൾ ഈ ചട്ടി ചൂടാവുമ്പോൾ നമ്മളിത് നല്ലെണ്ണയിലാണ് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കണേ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഓയിലൊന്നും പറ്റൂല, നല്ലെണ്ണയാണ്. നല്ലെണ്ണ എടുക്കണം. ഞാനതാ ഇത്രയും നല്ലെണ്ണ പാർന്ന് ഞാനിതാ ഇതിൽ കടുക് ഇട്ടിട്ടുണ്ട്. ഈ കടുക് നല്ല പൊട്ടി വരുമ്പോൾ വേപ്പിൻ്റെ ഇല വേണ്ടതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് വേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ല. അപ്പോൾ അത് നന്നായി കടുകൊക്കെ പൊട്ടി. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. ഞാൻ അച്ചാറും പൊടി ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം ഇടുന്നത്. നൈസാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. ഇത് നല്ലോണം മൂക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചോയ മാറിയാൽ മതി. പിന്നെ നമ്മൾ സാധാ മുളകും പൊടിയാണ്, നമ്മൾ കാശ്മീരി മുളക് പൊടി എന്നാൽ നല്ല എരിവുള്ള പൊടിയാണിത് കേട്ടോ. അപ്പോൾ ഞാനിത് 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടിയും കൂടെ ഇതിലേക്ക് കൂട്ടുന്നുണ്ട്, നമുക്കൊരു കളറിന് വേണ്ടിയിട്ട്. ഇത് ഒന്നിന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സുർക്കയാണ് വേണ്ടത്. കുറച്ചധികം സുർക്ക ഇതിലേക്ക് പോരുന്നുണ്ട് കേട്ടോ. ആ സുർക്ക നല്ലോണം ഒന്ന് തിളക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ ഈ മാങ്ങ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി കത്തിക്കണ്ട കേട്ടോ, അടുപ്പ് കത്തിക്കണ്ട. അപ്പോൾ അതാ അതിൽ കിടന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അപ്പോഴേക്കും നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഉലുവയും കടുകൊന്ന് വറുത്ത് എടുക്കണം. അതാ ഞാൻ പഴയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചത് ഉലുവ ഇട്ടിട്ടുണ്ട്. ഈ ഉലുവ വറുത്ത് മാറ്റി ഇനി നമുക്ക് അതിൽ തന്നെ കുറച്ച് കടുകും കൂടെ ഇട്ടെടുക്കണം. അപ്പോൾ ഇതാ കടുകും നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ കടുകും മാറ്റണം. കടുക് കരിയരുത് കേട്ടോ. നല്ലോണം ഒന്ന് പൊട്ടിന് വരുന്നതോട് കൂടെ തന്നെ കടുക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കടുക് കരിഞ്ഞാൽ അതിൻ്റെ ഒരു ചുവ മാറും. അപ്പോൾ അതാ കടുകും ഏകദേശമൊക്കെ ആയി പൊട്ടി വന്നു. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇനി ആ ചട്ടിയിൽ തന്നെ ഞാൻ അതാ കുറച്ച് എണ്ണ പറന്നിട്ട് അതിൽ ഒരു കഷ്ണം കായം ഇട്ടെടുത്തേക്കാണ്. എൻ്റെ അടുത്ത് കായപ്പൊടി ഇല്ല. ഞാനിതാ കട്ടക്കായാണ്, എൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് ഞാൻ ഈ എണ്ണയിൽ ഇട്ട് കൊടുത്തേക്കണം. ഇത് നല്ലോണം മൂക്കുമ്പോൾ ഇതും നമുക്ക് വാങ്ങിയിട്ട് 3 കൂടെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതാ 3 കൂടെ പൊടിച്ചെടുത്തതാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതിയാണ് ഇട്ടെടുത്തേക്കണേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ചുവ അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ ഇത്തിരി ചുടുവെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടോ. ഇത് നന്നായി ചൂടാറിയിട്ട് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് 1-2 ദിവസമൊക്കെ പുറത്ത് വെക്കട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ അച്ചാറും പൊടിയൊന്നും കൂട്ടാത്ത അച്ചാറാണല്ലോ. എല്ലാവരും മാങ്ങ കിട്ടുമ്പോൾ അങ്ങനെ നട്ട് വെക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ മാങ്ങച്ചാർ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ് ചെയ്യുക.